തൻ്റെ പ്രായം വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് പറഞ്ഞത്. കഴിഞ്ഞ ഒരു 3 വർഷം ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച ഒരു സമയത്ത് പൊടിമറ്റച്ചനെ അടുത്ത് അറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് അച്ഛൻ്റെ ഡിസിപ്ലിൻ, വളരെ ഡിസിപ്ലിനായിട്ട് ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കും, കൃത്യസമയം പാലിച്ച് ഒക്കെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പൊടിമറ്റച്ചൻ. അതോടൊപ്പം പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ് അച്ഛൻ. പലപ്പോഴും ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് പ്രാർത്ഥനയുടെ റിവ്യൂ എഴുതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല ധ്യാനങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഓരോ ധ്യാനത്തിൻ്റെ റിവ്യൂ എഴുതുന്ന കാര്യം പറയാറുണ്ട്. അത് ഈ ക്രൈസ്തവകളിൽ വിശ്രമജീവൻ നയിക്കുന്ന സമയത്ത് പോലും അച്ഛൻ പ്രാർത്ഥനയുടെ റിവ്യൂ എഴുതി സൂക്ഷിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എപ്പോഴും ഗ്രേസ്ഫുള്ളായിട്ട് വളരെ പ്ലസൻ്റായിട്ട് ആളുകളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ ആരുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അച്ഛൻ അവരെ സ്വീകരിച്ച് പറഞ്ഞു, ഇത് ക്രൈസ്റ്റ് ഹോളാണ്. ക്രൈസ്റ്റ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വസിക്കുന്ന സ്ഥലം. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഒത്തിരി സന്തോഷം അത് കേട്ടപ്പോൾ. അപ്പോൾ വളരെ പ്ലസൻ്റായ, വളരെ സന്തോഷത്തോടുകൂടി ആളുകളെ സ്വീകരിക്കാനുള്ള ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അച്ഛൻ്റെ ജീവിതകാലത്ത് ഏതാണ്ട് 18 വർഷത്തോളം ഇടവകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് 30 വർഷത്തോളം സ്പിരിച്വൽ മിനിസ്ട്രിയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത്. ധ്യാനങ്ങൾ ഏതാണ്ട് 500ഓളം ധ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്തരത്തിൽ ഒരുപാട് ദൈവം അച്ഛനെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അച്ഛൻ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അച്ഛൻ്റെ എല്ലാ സേവനങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് റെമിജിയോസ് പിതാവാണ്.